ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ അയച്ചു തന്നതാണ്. നമ്മൾ ഇതുപോലത്തെ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്യാണ്. ഒരു കപ്പാസിറ്ററും ഒരു ബാറ്ററി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്. ഇതൊരു ബൾബാന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വെച്ചിട്ട് കറണ്ട് ബ്രേക്ക് ആവണം. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് കറണ്ട് പോകാൻ പാടില്ല. നമുക്കറിയാം ഇങ്ങനെ കണക്ട് ചെയ്താലും നമ്മുടെ ഈ ബൾബ് കത്തും. നമുക്ക് അതിനെ കുറിച്ചൊന്ന് നോക്കാം. IC ആണ് നമ്മൾ കണ്ടക്ഷൻ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ആംപേർ സർക്യൂട്ടിൽ നമുക്കറിയാം ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0I. നമുക്കത് IC എന്ന് കൊടുക്കാം കണ്ടക്ഷൻ കറണ്ട്. നമുക്കറിയാം ഒരു സർക്കുലർ ലൂപ്പ് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ 2πr ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് μ0IC കണ്ടക്ഷൻ കറണ്ട് IC. ഇനി കപ്പാസിറ്ററിന്റെ ഉള്ളിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആർ കൺസിഡറിങ് കറണ്ട് ഇൻസൈഡ് ദർ ഇസ് ആസ് യു നോ ഇൻസൈഡ് ദ കപ്പാസിറ്റർ നമ്മുടെ യൂഷ്വൽ തിയറി പ്രകാരം ഇതിനുള്ളിലൂടെ കറണ്ട് ഇല്ല. അപ്പോൾ I 0 ആയി കഴിഞ്ഞാൽ ഇന്റഗ്രൽ B.dl ഈക്വൽ ടു μ0 × 0 വരും. അപ്പോൾ ഉള്ളില് ഇന്റഗ്രൽ B.dl 0 ആണ്, കറണ്ട് ഇല്ല, 0 ആണ്. സോ ദർ ഇസ് എ കോൺട്രവേഴ്സി. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് പരിഹരിച്ചത്? മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് പരിഹരിച്ചത്. മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇതിനെക്കുറിച്ച് ഉള്ള പരീക്ഷണം നടത്തി. അപ്പോൾ പുള്ളിയാണ് അതിനെക്കുറിച്ച് ഒരു ശരിയായിട്ടുള്ളൊരു റിപ്ലൈ നമുക്ക് കിട്ടിയത്. പുള്ളി പറഞ്ഞതാണ് ഒരു കണ്ടക്ഷൻ കറണ്ട് ഈ കപ്പാസിറ്ററിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ ഹി ഡിഫൈൻ ദി കണ്ടക്ഷൻ കറണ്ട് ID. So therefore total current in the circuit is I equal to IC plus ID. So where IC is the conduction current, ID is the displacement current. Electric field calculation നമുക്കറിയാം. Electric field equal to sigma by epsilon 0. In the case of a parallel plate capacitor, that's equal to സിഗ്മയ്ക്ക് പകരം Q by A. സിഗ്മ ഈക്വൽ ടു Q by A. Therefore Q by A into epsilon 0. നമുക്കറിയാം ഫ്ലക്സ് ഫൈ ഈക്വൽ ടു E into A എന്നറിയാം. വാല്യൂ കൊടുക്കാം, ഈയുടെ വാല്യൂ കൊടുക്കാം. Q by A epsilon 0 into A. എയുമായി വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി Q by epsilon 0 എന്ന് കിട്ടും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. സിഗ്മയ്ക്ക് പകരം Q by A ഇൻറ്റു എപ്സിലോൺ 0. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു E ഇൻറ്റു A. സോ ഇക്ക് ഈ വാല്യൂ കൊടുക്കാം. Q by A എപ്സിലോൺ 0 കൊടുത്തു. എയും എയും വെട്ടിപ്പോയി, ബാക്കി Q by epsilon 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ Q ഈക്വൽ ടു epsilon 0 ഇൻറ്റു 5. epsilon 0 ഇൻറ്റു 5. ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dQ by dt ഈക്വൽ ടു I ആണ് നമുക്കറിയാം. ഈക്വൽ ടു ഇത് epsilon 0 ഇൻറ്റു d5 by dt. epsilon 0 into d5 by dt. ബാക്കി ഇവിടെ എഴുതാം. ഇവിടെ കൊടുക്കാം I equal to IC പ്ലസ് ഇതാണ് ID ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. IC പ്ലസ് IDക്ക് പകരം epsilon 0 d5 by dt. ഓക്കെ, അതാണ് കറണ്ട് ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിൽ കൊടുക്കാം. ഈ ലോയിൽ ഇന്റഗ്രൽ B.dl ഈക്വൽ ടു
μ0 ഇൻറ്റു ഐക്ക് പകരം IC പ്ലസ് എപ്സിലോൺ 0 d∅/dt. നമ്മളിതിനെ ആംബെയർ മാക്സ്വൽ ലോ എന്ന് പറയും. ഇത് ആംബെയർസ് ലോ. അതിന് നമ്മൾ ഇത് ആംബെയർസ് ലോ, അതിൻ്റെ കൂടെ മാക്സ്വൽ ഇക്വേഷൻ കൊണ്ട് ഉൾപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മൾ ആംബെയർ മാക്സ്വൽ ലോ എന്ന് പറയും. ഇതൊന്ന് നോട്ട് ചെയ്തോ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എഴുതിക്കോ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ദാറ്റ് കറണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ദാറ്റ് കറണ്ട് which arises whenever the electric field and hence displacement current is that current which arises whenever the electric field and hence electric flux changes with the time. Next sentence at any instance ID be the displacement current, IC conduction current, then total current in the circuit equal to IC plus ID. Next paragraph ആയിട്ട് കൺസിഡർ ഡയഗ്രാം വരച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. വരയ്ക്കാത്തൊന്ന് വരയ്ക്കുക ഡയഗ്രാം. കൺസിഡർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് പ്ലേറ്റ് ഏരിയ എ having a charge Q, then we know electric field between the plates E equal to sigma by epsilon 0. We know sigma equal to Q by A. Therefore, E equal to Q by A into epsilon 0. Electric flux through the plates phi equal to E into A. Substituting the value of A. Substituting the value of E, we get phi equal to Q by A epsilon 0 into A equal to Q by epsilon 0. That is Q equal to epsilon 0 into phi. Cross multiply, we get Q equal to epsilon 0 into phi. Differentiating above equation, dq by dt equal to epsilon 0 d∅/dt. We know dq by dt equal to ID, displacement current. Therefore, the ID equal to epsilon 0 d∅/dt. Total current I equal to IC plus epsilon 0 d∅/dt. So, Ampere's theorem modified as integral B dot dl equal to mu0 I. Substitute the value of I. Equation 1. mu0 IC plus epsilon 0 d∅/dt, which is called Ampere-Maxwell law. Okay. ഒന്ന് നോട്ട് ചെയ്യുക, ബുക്കിൽ ഒന്ന് എഴുതി വെച്ചോ. നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷൻസ് ഒക്കെ
കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ അത് ഒരുമിച്ച് എഴുതിയതാണ് മാക്സ്വെൽ. ആ ഇക്വേഷനും എഴുതിക്കോ. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ ബി ബൈ ഡെൽ ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡെൽ ഡി ബൈ ഡെൽ ടി. മൂന്നാമത്തത് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ. നാലാമത്തത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. അഞ്ചാമത്തത് ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡെൽ റോ ബൈ ഡെൽ ടി. നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ആണ്, ഇതൊരുമിച്ച് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഇനി പ്രൊഡക്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണ്? എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് നമുക്കറിയാം. സ്പെക്ട്രം വിച്ച് കൺസിസ്റ്റ് ഓഫ് ഗാമ റേ, എക്സ്റേ, അൾട്രാവയലറ്റ് റേഡിയേഷൻ, പിന്നെ വിസിബിൾ ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ യു വി റേഡിയേഷൻ, പിന്നെ IR റേഡിയേഷൻ, ദെൻ മൈക്രോവേവ് ആൻഡ് റേഡിയോ വേവ്. അപ്പം ഇത്രയും ഉൾപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് നമുക്ക് ആദ്യമായിട്ട് അത് വരുന്നത് ഗാമ റേ ആണ്. അപ്പോൾ ഗാമ റേ അതിൻ്റെ പ്രൊഡക്ഷൻ, ഗാമ റേ നമുക്കറിയാം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം. അത് ചില ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടും അതുപോലെ ചില റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷനിലും ഉണ്ടാകുന്നതാണ് ഗാമ റേ. നമ്മൾ ചെറിയ ക്ലാസ്സുകൾക്ക് പഠിച്ചിട്ടുണ്ട്. ചില റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷനിലും അതുപോലെ ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ ബൈ പ്രൊഡക്ട്സിലും ഉണ്ടാകുന്നതാണ് ദിസ് ഗാമ റേ. ആ ഗാമ റേയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഫ്ലോറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ്. ഫ്ലോറസെൻസും ഫോസ്ഫോറസെൻസും ഉണ്ടാക്കും ഈ ഗാമ റേ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ് എക്സ്റേ. അപ്പോൾ എക്സ്റേ എന്താ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം, നിങ്ങളെല്ലാവരും എക്സ്റേ കുറിച്ച് വളരെ സുപരിചിതരായിരിക്കും. നമുക്ക് എക്സ്റേ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം. ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ചില സർട്ടൻ മെറ്റൽസിൽ ബൊംബാർഡ് ചെയ്യുമ്പോൾ പ്ലേസ് ഇൻ വാക്വം ഈ എക്സ്റേ ഉണ്ടാവും. വെൻ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ബൊംബാർഡ് ഓൺ സർട്ടൻ മെറ്റൽ സർഫസ് പ്ലേസ് ഇൻ വാക്വം എക്സ്റേസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ എക്സ്റേയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഫ്ലോറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ്. അതുപോലെ ഇറ്റ് അയണൈസ് ദ ഗ്യാസ് ത്രൂ വിച്ച് ഇറ്റ് പാസസ്. അത് ആ ഗ്യാസിനെ അയണൈസ് ചെയ്യാനുള്ള അയണൈസിങ് പ്രോപ്പർട്ടി എക്സ്റേക്ക് ഉണ്ട്. ഇനി എക്സ്റേയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മളെ കയ്യോ കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആദ്യം ചെല്ലുമ്പോൾ തന്നെ അവർ ഡോക്ടർ എക്സ്റേ എടുത്തു തരും. അപ്പോൾ എക്സ്റേ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി എക്സ്റേ നമ്മുടെ കയ്യോ കാലോ ഒടിഞ്ഞോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബോൺസിന് എന്തെങ്കിലും ഒടിവോ പറ്റിയോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ എക്സ്റേ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എക്സ്റേയുടെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെറ്റൽസിനകത്തൊക്കെ ക്യാവിറ്റിയും ഹോൾസും, മെറ്റൽസിനകത്തൊക്കെ ക്യാവിറ്റിയോ അല്ലെങ്കിൽ ഹോൾസോ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റേ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഷിപ്പൊക്കെ ഉണ്ടാക്കാന്നിരിക്കുക. അപ്പോൾ ഷിപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ മെറ്റലൊക്കെ ഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഈ ഹോളോ അല്ലെങ്കിൽ ക്യാവിറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാമേജ് ആയിപ്പോവും, അപകടങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മെറ്റൽസ് ഉണ്ടാക്കുന്ന ഏത് വസ്തു ആയാലും ബസ്സായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് വസ്തു ആയാലും ആ ഉണ്ടാക്കുന്ന മെറ്റൽസ് ഇപ്പം മെറ്റലുണ്ട് മറ്റുണ്ടാകുന്ന മറ്റ് എന്ത് വസ്തുക്കളായാലും അയോൺ കൊണ്ടിപ്പോൾ നമ്മളൊരു വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും മേൽക്കൂരയൊക്കെ ഉണ്ടാക്കി അവിടെയും തന്നെ ഈ അയണ് ക്രാക്കും ഒരുപാട് ഉപയോഗമുണ്ടല്ലോ മെറ്റൽസിന്. അപ്പോൾ ഈ മെറ്റൽസിനകത്ത് എന്തെങ്കിലും ഹോൾസോ ക്യാവിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. അത് നമ്മൾ എക്സ്റേ ഉപയോഗിച്ച് അറിയാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ഈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ എക്സ്റേ ഉപയോഗിക്കാറുണ്ട്. സോ ഹോൾസ് ആൻഡ് ക്യാവിറ്റീസ് ഇൻ മെറ്റൽസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് എക്സ്റേ. ഇനി മറ്റൊരു കാര്യം, ഈ എക്സ്റേ നമുക്ക് അറിയുന്ന മറ്റൊരു കാര്യം, ഈ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇതിനൊക്കെ സ്ട്രക്ചർ ഡിറ്റർമിനേഷന് വേണ്ടി നമ്മൾ എക്സ്റേ ഉപയോഗിക്കും. എക്സ്റേ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ
സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ഓഫ് ആറ്റംസ്, മോളിക്യൂൾ ആൻഡ് ക്രിസ്റ്റൽസ്, അതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എക്സ്റേ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം ചില എന്താ പറയുക സ്കിൻ ഡിസീസ്, ക്യാൻസറൊക്കെ ട്രീറ്റ്മെൻറ്റിനും നമ്മൾ എക്സ്റേ ഉപയോഗിക്കാറുണ്ട്. ചില സ്കിൻ ട്രീറ്റ്മെൻറ്റും അതുപോലെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എക്സ്റേ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് വരുന്നത് UV റേഡിയേഷൻ. അപ്പോൾ UV റേഡിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ UV റേഡിയേഷനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അപ്പോൾ എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. വെൻ UV റേഡിയേഷൻ ഇൻസിഡന്റ് ഓൺ സർട്ടൻ മെറ്റൽ സർഫസ്, ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് UV റേഡിയേഷൻ ആണ്. UV റേഡിയേഷന്റെ സോഴ്സ് നമുക്കറിയാം. സൺ ഇസ് ദി മെയിൻ സോഴ്സ് ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. ഇനി അതിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഈ UV റേഡിയേഷൻ മെയിനായിട്ടും അത് ബാക്ടീരിയ കൊല്ലാനുള്ള ഒരു കഴിവുണ്ട്. ഇറ്റ് ഹാസ് എ എബിലിറ്റി ടു കിൽ ബാക്ടീരിയ. ദെയർഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിങ് എയർ ആൻഡ് വാട്ടർ. എയറും വാട്ടറും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ആ പർപ്പസിന് വേണ്ടി നമ്മൾ UV റേഡിയേഷൻ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോക്യുമെന്റ്സിനകത്തുള്ള ഫോർജറീസ് കണ്ടുപിടിക്കാനായിട്ട്. ഫോർജറീസ് ഇൻ ഡോക്യുമെന്റ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് ദിസ് UV റേഡിയേഷൻ. അപ്പോൾ UV റേഡിയേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രമാണങ്ങളിലൊക്കെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ, ഫോർജറീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു കുറെ മുമ്പ് നമ്മുടെ മാതൃഭൂമിയിൽ ഇതിനെക്കുറിച്ചൊരു ലേഖനം ഉണ്ടായിരുന്നു. ഈ UV റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡോക്യുമെന്റ്സിലെ ഫോർജറീസ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് കുറെ മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 4 or 5 years ബാക്ക്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം, UV റേഡിയേഷൻ ഉപയോഗിക്കാം. ഇനി ചില അൾസർ അതുപോലുള്ള ചില റിക്കറ്റ്സ് അതുപോലുള്ള രോഗങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ ഈ UV റേഡിയേഷൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. ദാറ്റ് നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്നതാണ് വിസിബിൾ ലൈറ്റ്. ദെൻ കംസ് IR റേഡിയേഷൻ. IR റേഡിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓർമ്മ വേണം. IR റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അത് ഹീറ്റിംഗ് റേഡിയേഷൻ ആണ്. അതിന്റെ സോഴ്സും സണ്ണാണ്. സൺ ഇസ് ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് അധികം പതിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ജനറ്റിക് ഡാമേജ് വരെ ഉണ്ടാവും. അപ്പോൾ അത്രയും മാരകമായിട്ടുള്ള ഇതും കൂടിയാണ് IR റേഡിയേഷൻ, ഓവറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പറ്റി കഴിഞ്ഞാൽ. ഇനി IR റേഡിയേഷൻ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നിങ്ങൾക്ക് അറിയാം. അതായത് സൺ ഈസ് ദി സോഴ്സ് ഓഫ് IR റേഡിയേഷൻ. സോ ഈ റേഡിയേഷൻ നേരെ എർത്തിലേക്ക്, പകൽ സമയങ്ങളിൽ എർത്തിലേക്ക് വരുമ്പോൾ എർത്ത് അബ്സോർബ്സ് ദി IR റേഡിയേഷൻ ആൻഡ് ഹീറ്റ്സ്, വാമപ്പ്, എർത്ത് വാമപ്പ് ആവും. സോ ആസ് എ ബ്ലാക്ക് ബോഡി, എല്ലാ ബ്ലാക്ക് ബോഡിയും പ്രത്യേകത അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷനെ റീഎമിറ്റ് ചെയ്യും. അപ്പൊ നൈറ്റ് ടൈമിൽ ഈ അബ്സോർബ് ചെയ്ത റേഡിയേഷനെ റീഎമിറ്റ് ചെയ്യുമ്പോൾ എർത്തിന്റെ ലോവർ അറ്റ്മോസ്ഫിയറിലേക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഈ റേഡിയേഷന് കഴിയില്ല. ആ ലോവർ അറ്റ്മോസ്ഫിയർ എർത്തിനെ, ഈ റേഡിയേഷനെ റീഎമിറ്റ് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും അല്ലെങ്കിൽ റീഎമിറ്റ് ചെയ്യും. എർത്ത് കീപ്പിംഗ് എർത്ത് വാം അറ്റ് നൈറ്റ്. ഇപ്പൊ IR റേഡിയേഷന് ഈ ബ്ലാക്ക് ബോഡി, എർത്ത് ഒരു ബ്ലാക്ക് ബോഡിയായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇത് റീഎമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ IR തന്നെ ആവണമെന്നില്ല. ഇപ്പൊ നമ്മളൊരു ബിരിയാണി കഴിച്ചു, നമ്മൾ ഛർദ്ദിച്ചു, ബിരിയാണി തന്നെ ഛർദ്ദിക്കണമെന്നില്ലല്ലോ, അതിന്റെ കൂടെയുള്ള ചിക്കൻ നമുക്ക് ഛർദ്ദിച്ചു പോവാം. അപ്പൊ ഈ റീഎമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ IR തന്നെ ആവണമെന്നില്ല. അപ്പൊ അത് IR ആണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത് സ്പെക്ട്രം അനലൈസിങ്ങും അതുപോലെ പ്ലാങ്ക്സ് ലോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ റേഡിയേഷൻ IR ആണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ റീഎമിറ്റ് ചെയ്യുന്ന റേഡിയേഷനും IR തന്നെയാണ്. അത് ലോവർ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് തിരിച്ച് എർത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും, കീപ്പിംഗ് എർത്ത് വാം അറ്റ് നൈറ്റ്. ഈ ഫിനോമിനാണ് നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയാം. ദെൻ മറ്റ് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ നമുക്കറിയാം. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് മെഡിക്കൽ പർപ്പസിനാണ് IR റേഡിയേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളെ വെരിക്കോസ് വെയിൻസും അതുപോലെ
ട്യൂമേഴ്സ് ഒക്കെ കരിച്ചു കളയാനായിട്ട് നമ്മൾ IR റേഡിയേഷൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ IR ഫോട്ടോഗ്രാഫി ഫോഗും അതുപോലെ മിസ്റ്റും അതിനൊന്നും ഇതിനെ നമ്മൾ IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നില്ല. അപ്പോൾ അതിലൂടെയൊക്കെ IR റേഡിയേഷൻ സഞ്ചരിക്കും. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ IR ഫോട്ടോഗ്രാഫി. അതുപോലെ ചില സ്കിൻ ഡിസീസിനും അതുപോലെ ഡിസ്ലൊക്കേഷൻ ഓഫ് ബോൺസും അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് IR റേഡിയേഷനെ ഉപയോഗിക്കാം. IR റേഡിയേഷനും അത്യാവശ്യം ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് IR റേഡിയേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തായിട്ട് വരുന്നത് മൈക്രോവേവ് ആൻഡ് റേഡിയോ വേവ്. അപ്പോൾ മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കുക്കിംഗ് പർപ്പസിനാണ്. മെയിനായിട്ട് മൈക്രോവേവ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം കുക്കിംഗ് പർപ്പസിനാണ് മൈക്രോവേവ് ഉപയോഗിക്കുന്നത്. പിന്നെ റേഡിയോ വേവും മൈക്രോവേവ് ഒക്കെ നമുക്ക് അധികം വരുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ്. മൈക്രോവേവ് ആവാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മൈക്രോവേവ് റേഡിയോ ഒക്കെ കൂടുതലും വരുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ മറ്റൊരു ചോദ്യം വരുന്നത് സാധാരണ രണ്ടല്ല ഇടയ്ക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തെ ഉണ്ടാകുന്ന സംശയമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ വിച്ച് വേവ് ഈസ് യൂസ്ഡ് ഇൻ റഡാർ? അതിൻ്റെ പ്രിൻസിപ്പിളും ചോദിക്കാറുണ്ട്. സാധാരണ റഡാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എഴുതി വെക്കും റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ഇൻ റഡാർ എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ്റെ പേരിലായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. റഡാറിൽ സാധാരണ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ആണ്. നമുക്ക് റഡാറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോവേവ്സ് ആർ യൂസ്ഡ് ഇൻ റഡാർ. അപ്പൊ എങ്ങനെയാണ് മൈക്രോവേവ് റഡാറിൽ ഉപയോഗിക്കുന്നത്? മൈക്രോവേവ് പൾസസ് ആയിട്ട് നമ്മൾ അയക്കും. ഒരു വസ്തുവിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്ന ഈ മൈക്രോവേവിനെ റിസീവർ റിസീവ് ചെയ്യും. അപ്പൊ റിസീവർ റിസീവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ മൈക്രോവേവ് അവിടെ പോയി തട്ടി ആ വസ്തുവിൽ തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരണം. ആ വരാൻ എടുക്കുന്ന ടൈം നമുക്കറിയാം. ദെൻ വെലോസിറ്റി നമുക്കറിയാം. ഇതറിയാമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ടൈം വെച്ച് നമുക്ക് ആ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. എത്ര അകലത്തിലാണ് ആ വസ്തു കണ്ടുപിടിക്കാം. ആ കിട്ടുന്നതിന് നേർ പകുതിയായിരിക്കും ആ വസ്തുള്ളത്. കാരണം പോയി തട്ടി തിരിച്ചു വരണം. അപ്പൊ തട്ടിട്ട് തിരിച്ചാണ് വരുന്നത്. അപ്പൊ അതിന്റെ നേർ പകുതി ഡിസ്റ്റൻസിലായിരിക്കും ആ കിട്ടുന്ന ആ ഡിസ്റ്റൻസ് നേർ പകുതിയിലായിരിക്കും ആ വസ്തു ഉള്ളത്. അതാണ് റഡാർ. ഇനിയും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. എർത്തിന്റെ സർഫസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ട്രോപ്പോസ്ഫിയർ, മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ എന്നുള്ള ഡിഫറെന്റ് ലെയേഴ്സ് എർത്തിനുണ്ട്. പിന്നെ ഗ്രൗണ്ട് വേവും സ്കൈ വേവും. ഗ്രൗണ്ട് വേവിലൂടെ കടന്നു പോകുന്ന വേവാണ് ഗ്രൗണ്ട് വേവ്. നേരെ പോകുന്ന വേവാണ് ഗ്രൗണ്ട് വേവ്. അയണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവാണ് സ്കൈ വേവ് എന്ന് പറഞ്ഞാൽ. ഗ്രൗണ്ട് വേവ്, സ്കൈ വേവ് നമ്മൾ കൂടുതലും കമ്മ്യൂണിക്കേഷനിൽ വരും. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇപ്പം ഞാൻ നോട്ടായിട്ട് തരുന്നില്ല, ക്വസ്റ്റ്യൻ ആയിട്ടാണ് തരുന്നത്. ക്വസ്റ്റ്യൻ ആയിട്ട് ഇരിക്കോ. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇനി വാട്ട് ഈസ് മെൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്സ്? അത് നമുക്ക് വേറെ പാഠത്തിലുണ്ട്, നല്ല എഴുതിക്കുക. വാട്ട് ഈസ് മെൻ ബൈ പറഞ്ഞതല്ലേ. വാട്ട് ഈസ് മെൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്സ്? വാട്ട് ഈസ് മെൻ ബൈ ഗ്രീൻ ഹൗസ് ഇഫക്ട്സ്? ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എർത്ത്. വേണമെങ്കിൽ ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എർത്ത്. ഇനി വാട്ട് ഈസ് മെൻ ബൈ ഗ്രൗണ്ട് വേവ് ആൻഡ് സ്കൈ വേവ്? ഓക്കെ.